ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ IRS ഉദ്യോഗം രാജിവെച്ചുകൊണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കുറച്ചുനാൾ മുമ്പാണ് വന്നത്. കെജ്രിവാളിന് എല്ലാ ധാർമ്മിക പിന്തുണയും നൽകാൻ ആം ആദ്മിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അതിതീവ്രമായിട്ടുള്ള ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള നിതാന്ത പോരാട്ടത്തിന് കെജ്രിവാളിന് പിന്തുണ അറിയിച്ചുകൊണ്ടുമാണ് സുനിതയുടെ രംഗപ്രവേശനം. ഇപ്പോഴിത് അവർ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ എല്ലായിടത്തും പ്രചരണത്തിന് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തീർച്ചയായും മത്സരിക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നാൽ തീർച്ചയായും സുനിത കെജ്രിവാളിനെ തന്നെയാണ് ആം ആദ്മി അടുത്ത നേതാവായി പ്രഖ്യാപിക്കുക. രാഷ്ട്രീയപരമായി സുനിത കെജ്രിവാളിന് വേരോട്ടം ഡൽഹിയിൽ ഇല്ല എന്ന് BJP ആരോപിക്കുമ്പോഴും എല്ലാ രീതിയിലും മൃദു സമീപനം മാത്രം കാത്തുസൂക്ഷിക്കുന്ന സുനിതയുടെ രാഷ്ട്രീയപരമായ പ്രവേശനത്തെ കോൺഗ്രസും സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും സഖ്യത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 4 സീറ്റുകൾ ആം ആദ്മിയും 3 സീറ്റുകൾ കോൺഗ്രസുമാണ് ഇപ്പോൾ സഖ്യത്തിൽ പങ്കിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം വഴി BJPയെ അലോസരപ്പെടുത്തുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല. ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ED നിരവധി തവണ നോട്ടീസ് അയച്ചത്. 8 തവണ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരാകാത്തതിൻ്റെ പേരിലായിരുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് തികച്ചും നാടകീയപരമായിരുന്നു എന്ന് തന്നെയാണ് സുനിത കെജ്രിവാൾ പറഞ്ഞത്. ഒപ്പം ജനങ്ങളോട് ക്ഷമയോടെ കാത്തിരിക്കാനും സുനിത കെജ്രിവാൾ ആഹ്വാനം ചെയ്തു. കെജ്രിവാളിൻ്റെ റിപ്പോർട്ട് സുനിത കെജ്രിവാൾ വായിക്കുകയും അദ്ദേഹം ജനതയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളതും അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതുവഴി ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ സുനിത കെജ്രിവാളിൻ്റെ പേര് ഉയർന്നു കേൾക്കുകയാണ്. ഡൽഹിയുടെ രാഷ്ട്രീയ ഭാവിയെ ഇനി നിർണ്ണയിക്കുക സുനിത കെജ്രിവാൾ തന്നെ ആയിരിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നാൽ തീർച്ചയായും BJPക്ക് വീണ്ടും പണിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.